എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയെക്കുറിച്ചാണ്. നസ്ലൻ നായകനായി നവംബർ മാസം തിയേറ്ററിലേക്ക് എത്തി ആവറേജ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത മലയാളം ഹാക്കിംഗ് ത്രില്ലർ സിനിമയാണ് കാതലൻ. ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് ആണ് വാങ്ങിയിരിക്കുന്നത്. ചിത്രം വരുന്ന വെള്ളിയാഴ്ച ജനുവരി 17 മനോരമ മാക്സ് വഴി സ്ട്രീം ചെയ്യുന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. രാംനഗർ ബണ്ണി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ തെലുങ്ക് സിനിമയാണ്. ഹൃഷികേഷ് നായകനായി കോമഡി ജോണറിൽ തിയേറ്ററിലേക്ക് എത്തിയ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ ആഹാ വീഡിയോസ് വഴി ജനുവരി 17 വരുന്ന വെള്ളിയാഴ്ച ചിത്രം തെലുങ്ക് തമിഴ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഫാമിലി പടം ഒരു തമിഴ് സിനിമയാണ്. കോമഡി ഡ്രാമ ഫാമിലി ജോണറിൽ ഡിസംബർ മാസം തിയേറ്ററിലേക്ക് എത്തി കുമാർ തിരുമാരൻ സംവിധാനം ചെയ്ത് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയുടെ OTT അവകാശങ്ങൾ തെങ്കോട്ട OTT പ്ലാറ്റ്ഫോം നേരത്തെ തന്നെ വാങ്ങിച്ചിരുന്നു. ചിത്രം ഇപ്പോൾ തെങ്കോട്ട, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾ വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വിടുതലൈ പാർട്ട് 2 വിജയ് സേതുപതി, സൂരി തുടങ്ങിയവർ തകർത്തഭിനയിച്ച പാൻ ഇന്ത്യൻ തമിഴ് സിനിമയാണ്. ക്രിസ്മസ് സ്പെഷ്യലായി കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തി ആക്ഷൻ ക്രൈം ഡ്രാമ ജോണറിൽ വെട്രിമാരൻ സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. C5 ആണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിട്ടുള്ളത്. നേരത്തെ HD പ്രിന്റ് ലീക്കായ സിനിമ വരുന്ന വെള്ളിയാഴ്ച ജനുവരി 17 C5 വഴി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ്. കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തി സർട്ടിഫിക്കറ്റ് ലഭിച്ച ആക്ഷൻ ക്രൈം ഡ്രാമ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഭരത് നിവാസ്, അഭിരാമി തുടങ്ങിയവർ പ്രധാന റോളിലെത്തി പ്രസാദ് മുരുകൻ സംവിധാനം ചെയ്ത സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആഹാ വീഡിയോസ് ആണ്. ചിത്രം ജനുവരി 17 വെള്ളിയാഴ്ച ആഹാ വീഡിയോസ് വഴി സ്ട്രീം ചെയ്യുമെന്നിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സൂതുക്കാവു 2 എന്നൊരു സിനിമ കൂടി ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. SJ അർജുൻ സംവിധാനം ചെയ്ത് ശിവനായകനായി കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തിയ ഈ ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമ ഇപ്പോൾ ആഹാ വീഡിയോസ് വഴി തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റൈഫിൾ ക്ലബ് ആഷിഖ് സംവിധാനം ചെയ്ത് ക്രിസ്മസ് നാളുകളിൽ തിയേറ്ററിലേക്ക് എത്തിയ മലയാള സിനിമയാണ്. ദിലീഷ് പൊത്തൻ, ശ്യാം പുഷ്കരൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ജനുവരി 16 നാളെ അർദ്ധരാത്രിയിൽ 12 മണിക്ക് നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായി. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് പണി എന്ന സിനിമയെക്കുറിച്ചാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ ജോർജ് ചിത്രം OTTയിലേക്ക് എത്താൻ പോവുകയാണ്. സാഗർ സൂര്യ, ജുനൈസ് എന്നിവർ വില്ലൻ വേഷത്തിലെത്തി നായകനെ വിറപ്പിച്ച സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വരുമ്പോൾ നാളെ രാത്രി 12 മണിക്ക് ജനുവരി 16 സോണി ലൈവ് വഴി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ പണി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് സിനിമയുടെ OTT റിലീസിനായാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അഭിപ്രായം താഴെ നിന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.